എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു തിരുമ്പലാണ്. ചവിട്ടികളൊക്കെ ഒന്ന് അലക്കിയിടാം എന്ന് വിചാരിച്ചിട്ട് എല്ലാം സോപ്പ് പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ബക്കറ്റിൽ അലിയാൻ വെച്ച് അതിനുള്ളിൽ നമ്മൾ ചവിട്ടികൾ മുഴുവനും മുക്കി വെച്ച ശേഷം നമുക്ക് ഓരോന്നോരോന്നാ എടുത്ത് തിരുമ്പാം. അപ്പം അങ്ങനെ തിരുമ്പിയും കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും രാവിലെ സ്കൂൾ തിരക്കും ജോലി തിരക്കും പല തിരക്കിലാണ്. അപ്പോൾ അതേമാതിരി ഞാൻ തിരുമ്പണ തിരക്കിലാണ്. രാവിലെ നേരത്തെ തിരുമ്പിയിട്ട് ഇന്ന് വെയിലൊക്കെ വന്നാൽ ഉണക്കാടാൻ സുഖമല്ലേ പറഞ്ഞിട്ടേ വേഗം പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഇന്നലെയൊക്കെ വെയിലായിരുന്നു, ഡെയിലിയൊന്നും ഇവിടെ നിന്ന് മഴയൊന്നും ഇല്ല. ഇനി എല്ലാ സ്ഥലത്തും മഴ പെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ മഴയൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ചുമ്മാ ഒന്ന് ലേശം വന്നിട്ടൊന്ന് ചാറിയിട്ട് പോവും മഴ. അതിൻ്റെ ഗംഭീരമായിട്ടുള്ള പെയ്യലൊന്നുമില്ല. ഇനി 2 ദിവസം മുമ്പേ കുറച്ച് പെയ്തു, ഇന്നലെയൊന്നുമില്ല. ഇന്ന് കുറേശ്ശെ ചാറണ മാതിരി ഉണ്ട് മഴ. വെയിലടിച്ചാൽ ഉണങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചവിട്ടികളൊക്കെ തിരുമ്പാണ്. ഒരു 15 ദിവസം 20 ദിവസം ഒരു മാസത്തിനുള്ളിലൊക്കെ 1-2 പ്രാവശ്യം തിരുമ്പും. അപ്പോഴേ ഒരു ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ മുമ്പിലും പുറത്ത് കുടക്കുന്ന ചവിട്ടികളല്ല, നമ്മൾ വെള്ളം നനഞ്ഞിട്ടൊക്കെ എപ്പോഴും ചവിട്ടിയിട്ട് കുറേ ദിവസം തിരുമ്പാനും സ്മെല്ലൊക്കെ അടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് തിരുമ്പണം. അപ്പോൾ അതുകൊണ്ട് ചവിട്ടികളൊക്കെ തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ്. കുതിരാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വെച്ചു, സോപ്പ് പൊടി എടുത്ത്. അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്ന് അലക്കിയെടുക്കാം. രാവിലത്തെ ചവിട്ടിയൊക്കെ അരക്കിയതിന് ശേഷം വേണം കുളിക്കാൻ വേണ്ടി നേരത്തെ തിരുമ്പുകയാണ്. അപ്പോൾ എന്നും നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലേ ഇടുന്നത്. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ എടുക്കലില്ല. എടുക്കണ്ടായിരുന്നു, ഓരോ തിരക്കിലും പെട്ടു പോവുകയാണ്. എടുക്കണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുക്കിംഗ് വീഡിയോ ശരിയാവില്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മാറ്റി പിടിക്കണ്ടേ. എല്ലാം തിരുമ്പി വെച്ചു. അതിന് ശേഷം നമുക്ക് എല്ലാം നല്ല അലമ്പി എടുക്കാം. 2-3-4 പ്രാവശ്യം അലമ്പണം. കുറേ തുണികൾ മെഷീനിലിടുന്നുണ്ട്. മെഷീനിലിടും, കയ്യിലും അലക്കും. കുറേയൊക്കെ ഞാൻ അലക്കും. എനിക്ക് അലക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ വയ്യ തോന്നുന്നു ഇപ്പോൾ കുറച്ചൊക്കെ അലക്കിയ. ചാക്ക് വർക്ക് ഏരിയയിലൊക്കെ ചാക്കാണ് കൊടുന്ന് കുതിരാൻ വയ്ക്കുകയാണ്. ഇത് കഴിയുമ്പോഴേക്കും അത് കുതിരല്ലോ. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിച്ചാ എത്ര വലിയ അഴുക്കും പറന്നു പോവും. എല്ലാവർക്കും സ്കൂൾ തിരക്ക്, ഓഫീസ് തിരക്ക്, ജോലിക്ക് പോകുന്നവർക്കൊക്കെ തിരക്കല്ലേ രാവിലെ. കയ്യിലെ സോപ്പൊക്കെ കളഞ്ഞിട്ട് ശേഷം സോപ്പ് പദം ഉണ്ടാവുമല്ലോ അഴുക്കുമൊക്കെ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം കൂടി ഇട്ട് ഒഴിച്ച് വിട്ടാൽ വൃത്തിയാവും കല്ല്. അതിന് ശേഷം നമുക്ക് അലമ്പിനെ വയ്ക്കാം. 2-3-4 പ്രാവശ്യം നല്ല അലമ്പണം. അപ്പോഴേന് സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചതല്ലേ അഴുക്കൊക്കെ നല്ല പോവുള്ളൂ. നമ്മൾ ഡെയിലിയും തിരുമ്പണതല്ലല്ലോ. നല്ല അലമ്പണം. അങ്ങനെ കുമിഞ്ഞൊന്നും പറഞ്ഞ് അലമ്പിയാൽ നല്ലതുമാണല്ലോ. ഇടയ്ക്കൊക്കെ അങ്ങനെ ഒന്ന്
ചെയ്യണത് നല്ലതല്ലേ നമ്മൾ. അതൊരു ചെറിയൊരു എക്സസൈസ് മാതിരിയായി തിരുമ്മണ പണി. ഇപ്പം നിറയെ പേര് അലക്കള മെഷീനിലാണ്. കയ്യിൽ അലക്കാൻ സമയം കിട്ടുന്നില്ല, വയ്യ, അങ്ങനെയൊക്കെയാണ്. അതേമാതിരി നമ്മളും കുറേയൊക്കെ മെഷീനിലിടും, കുറച്ചൊക്കെ ഇതിലിങ്ങനെ ഇട്ട് അലക്കും കല്ലിൽ. അങ്ങനെ എല്ലാം അലക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടയേർഡായി. ഒക്കെ നമ്മൾ വെള്ളം വാരാൻ വെച്ചിടണം അലക്കിയ ശേഷം. വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയ ശേഷം നമ്മൾ വിരിച്ചിടും ഉണങ്ങാൻ. കുറച്ച് നേരം വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോട്ടെ. അതൊക്കെയുള്ള നമുക്ക് പോയിട്ട് അടിച്ചു കോരിയിട്ട് വരാം. ഉമ്മറക്കൊന്ന് സെറ്റാക്കിയിട്ട് വരാം. നേരത്തെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അതിന് ശേഷം വേണം കുളിക്കാൻ. അല്ലെങ്കിൽ ഒക്കെ മേലത്തെ കൂടെ ഒക്കെ അഴുക്ക് തെറിക്കിയല്ലോ തിരുമ്പിയ. അപ്പം അതുകൊണ്ട് അടിച്ചു കോരലും നമുക്ക് കുറച്ച് വെള്ളം അടിച്ച് വിടണം. അത് കഴിഞ്ഞ ശേഷം കുളി പാസ്സാക്കാം. രാവിലത്തെ വിശേഷങ്ങളാണ്. എല്ലാവരുടെ വീട്ടിലങ്ങനെ വിശേഷങ്ങൾ രാവിലെ തിരക്ക് തന്നെയാവും. അതേമാതിരി നമ്മുടെ വീട്ടിൽ വെള്ളമൊക്കെ ഒന്ന് അടിച്ച് വിട്ടു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീട്ടിൽ കുഞ്ഞാവ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 15 ദിവസമായി. പെൺകുട്ടിയാണ്. ആ ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വീഡിയോ കാണുന്നവരൊക്കെ ഇപ്പോൾ ആരെങ്കിലും കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ തുണികളൊക്കെ ഇവിടെ കൊടുന്ന് ഇട്ടു, അലക്കിയതൊക്കെ. അതിന് ശേഷം നമുക്ക് പോയിട്ട് കുളിച്ച് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് എന്നിട്ടാണ് പിന്നെ അടുത്ത പണി. അപ്പോഴേക്കും വിശന്നു. രാവിലെ വിശപ്പാണ്. എല്ലാവർക്കും അങ്ങനെ വിശക്കുന്നുണ്ടോ അറിയില്ല. അപ്പം അതുകൊണ്ട് പോയി കുളിച്ച് കഴിച്ച് എല്ലാം കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മുടെ ഉണക്കാടൽ, വിരിച്ചിടൽ. നമുക്ക് എല്ലാം വിരിച്ചിടാം. എല്ലാവരും എല്ലാ വീട്ടിലും ചെയ്യണത് തന്നെയല്ലേ. എന്നാലും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന വീഡിയോ എടുത്തത് മാത്രം. എന്നും കുക്കിംഗ് പറഞ്ഞതിന് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു. ഇതൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഇനി ഉണങ്ങട്ടെ. ഇനി അടുത്തത് വിരിച്ചിടാൻ പോവാം. കുറച്ചും കൂടി അവിടെ അലക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി വിരിച്ചിടണം. അതിന് വേണ്ടി പോവുകയാണ്. വീടിൻ്റെ പിന്നിലാണ് അലക്ക് കല്ല്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒക്കെ ഒന്ന് വിരിച്ചിടാം. എല്ലാതും വെയിലടിച്ചാൽ ഉണങ്ങും, അല്ലെങ്കിൽ എടുത്തിട്ട് പോകണം. വീടിൻ്റെ മുകളിലും ഉണ്ട് ഇടാൻ. അവിടെയും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് തുണി ഇടാനുണ്ട്. അപ്പോൾ കുറച്ച് ഇവിടെയും താഴത്ത് വിടാൻ എടുക്കാനൊക്കെ ഈസിയല്ലേ. അങ്ങനെ വിചാരിച്ചാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ വിരിച്ചിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഇന്നലെ വിരിച്ചിട്ട് തുണി നടന്നു. അത് കുറച്ച് ഉണങ്ങാത്തതുണ്ട്. അതൊന്ന് വീണ്ടും വിരിക്കാം. ഇന്നലെ അലക്കിയിട്ടതാണ് വൈകുന്നേരത്ത്. അപ്പോൾ അതും കൂടി വിരിച്ചിട്ട് നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.